Ashwin and Anaga is going to step in anytime. Our prince and princess is going to be coming here. 1 to 2 oh kudiye what to do oh ho gayi munde di patanga vargi tu ਐਵੇਂ ਉੱਡਦੀ oh ho gayi munde di ਹਿੱਲਾਂ ਤੇ ਚੱਲਦੀ ਟੁਕ ਟੁਕ ਤੂੰ ਕਰਦੀ ਮੇਕਅਪ ਤੂੰ ਕਰਦੀ ਆ ਅੰਗਰੇਜ਼ੀ ਪੜ੍ਹਦੀ ਗਿਟ ਪਿਟ ਤੂੰ ਕਰਦੀ ਜਿਵੇਂ ਕੋਇਨ ਸਾਡੀ ਵਿਕਟੋਰੀਆ ਤੂੰ ਕੰਟੀ ਬਿਗ ਬੈਨ ਦੀ ਪੂਰਾ ਲੰਡਨ ਠੁਮਕਦਾ ਉਹ ਜਦੋਂ ਨੱਚੇ ਪੈਣ ਦੀ ਪੂਰਾ ਲੰਡਨ ਠੁਮਕਦਾ ਤੂੰ ਕੰਟੀ ਬਿਗ ਬੈਨ ਦੀ ਪੂਰਾ ਲੰਡਨ ਠੁਮਕਦਾ ਉਹ ਜਦੋਂ ਨੱਚੇ ਪੈਣ ਦੀ ਪੂਰਾ ਲੰਡਨ ਠੁਮਕਦਾ 3, 2, 1, let's go. Look at that guys. All of you join them. Don't be standing. Let's move our body. എല്ലാവരും ഒരുമിച്ച്. Oh. ഇതിനെപ്പറ്റി പൊക്കി പറയാനായിട്ട് ഒന്നുമില്ല. താത്തി പറയാനൊന്നുമില്ല. ഞങ്ങള് സ്കൂൾ ടൈം തുടങ്ങുന്ന ബെസ്റ്റ് ഫ്രണ്ട്സ് ആണ്. അതിലെനിക്ക് നല്ല വിഷമമുണ്ട്. ഇതിന്റെ കാര്യത്തിൽ ഞാൻ തീരുമാനമായിട്ടുണ്ട്. അപ്പൊ അടിപൊളി, ഓൾ ദി ബെസ്റ്റ്. അടിച്ചാണ്. ഓക്കെ, താങ്ക് യു. വേണ്ടിയാണ് കൈ വരച്ചത്. ആൻഡ് നമുക്ക് ഇനി അനായയ്ക്ക് ഒരു പണി കൊടുക്കണ്ടേ? ആരാണ് അനായയ്ക്ക് വേണ്ടി സംസാരിക്കാൻ വരുന്നത്? See, it is their special day, but you don't have to be very polite. You can say whatever you want. Come on, who's going to come? ആരാ വരാൻ പോകുന്നത്? Yes. ആർക്കും ഒന്നുമില്ലേ? അങ്ങനെ പറയാൻ പറ്റില്ല. Yes, I saw that orange dress. I loved it. I'm not sure. Whatever. I feel I'm her only sister. Yeah. So we've been together for a very long time, since I was born. She's my elder sister. Elder sister. From another mother. Yeah. And we've been together. നമ്മൾ എപ്പോഴും ഒരുമിച്ചായിരുന്നു. എല്ലാ വെക്കേഷൻസിനും എപ്പോഴും. She's like my top one. Okay. എനിക്ക് പേടിയാണ് അടുത്തെന്താ പറയാൻ. ഞാൻ എന്താ കാണിക്കാൻ? Should I say good things about her? No, you should not say good things of it. Okay. So I'll just say that നല്ല കാര്യം പറയാനേ പാടില്ല. I know both of them, and so Ashwin is my senior at college, and that's how they met. Common factor. Common factor. I'm the common factor. Me and Akshay. Akshay, say hi to everyone. Hi guys. I'm Devi. Yes. You are the one. Yes. I'm the one. And from the first day, I knew this was a thing. I have a lot of pictures of them. So they knew or like. Exactly. All of us, all our friends knew. All our friends knew. അവിടെ കുറച്ച് പേര് ഇരിക്കൊണ്ട് വേണമെങ്കിൽ അവർ അക്സെപ്റ്റ് ചെയ്യും. We all knew they were a thing and we will end up here one day. പക്ഷെ അവര് റെഡി ആയിരുന്നില്ല അത് അക്സെപ്റ്റ് ചെയ്യാൻ. പിന്നെ 2 മാസം കഴിഞ്ഞപ്പോൾ അവർ അക്സെപ്റ്റ് ആയി. And then they told us and they were like, yeah, we knew. Yeah. But we're very happy. I think I should start like a business on this. I'm a good matchmaker. Okay, so I'm really happy for you both.
അതൊരു ചെറിയ സീക്രട്ട് ആയിരുന്നു. അപ്പൊ നമുക്ക് എന്തായാലും ലെറ്റ്സ് ഗിവ് ഇറ്റ് ടു ദം. This is like we are symbolizing wine toasting. Okay, Marnika, let the picture also come and the videos also come. Alright, so what are we all supposed to do? Make some noise for them. Come on! Yay! Keep making the noise. Wonderful. സകൃതകൃതമായ നാട്ടുകാരെ ശ്രദ്ധിക്കുക, കലാപരിപാടികൾ തുടങ്ങാൻ ആരംഭിക്കേണ്ട. ഈ സംഗീത എന്ന പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതിൽ പ്രത്യേകിച്ച് പറയാനുള്ള കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മൊമെൻറ്റിൽ നമ്മുടെ എല്ലാവരും അടിച്ചു പൊളിച്ചത് ഭംഗിയാക്കി നിൽക്കുക. അപ്പം അശ്വിൻ ഞങ്ങൾ അപ്പുന്ന വിളിക്കുന്നത് അപ്പുകുട്ടനെ ഞങ്ങൾ വിളിക്കുന്നത്. ആള് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം നേരെ നോക്കി നടത്തിക്കോട്ടെ. അപ്പം ഇതിനെല്ലാ വിധ മംഗളാശംസകൾ. എന്താ പറയാ, പരിപാടി കളർഫുള്ളാക്കണം. പിന്നെ അപ്പൂനെ കുറിച്ച് പറയാനാണെങ്കിൽ ആള് കുറച്ച് വാശിയും ദേഷ്യമുള്ള ഒരാളാണെങ്കിലും പക്ഷെ ആള് പാവമാണ് കേട്ടോ. സിനിമയിൽ പറയണ പോലെ പറയാം, ആള് പാവമാണ്. അശ്വിൻ്റെ കാര്യം പറഞ്ഞ പോലെ ഇത്തിരി ബഹളമൊക്കെ ആണെങ്കിൽ ആൾ പാവം, വേറെ കാര്യമായിട്ടൊന്നുമില്ല. പാവാണ് അവള് പറയുന്നുണ്ട്. ആന്റിക്ക് ഒത്തിരി പറയാനുണ്ടാവേ. അതെ, ഒത്തിരി പറയണമെന്നൊക്കെ ഉണ്ട്. പക്ഷെ എല്ലാം കൂടെ പറഞ്ഞാൽ ചിലപ്പോ ഇവരെല്ലാം കൂടെ എന്നെ ഓടിയും. അല്ല, വേറൊന്നുമില്ല. ഈ പറഞ്ഞാല് ആളും പാവാ, ദേവു ഭയങ്കര പാവാണെന്നൊക്കെ നമുക്ക് ചിലപ്പോ തോന്നും. പക്ഷെ ചിലപ്പോ കയ്യിൽ കൊണ്ടാ നമ്മൾ വിചാരിക്കും ഈശ്വര. പിന്നെ കരയാൻ പറ്റുമോ? എനിക്കൊരു ആളെ ഇഷ്ടമാണെന്നൊക്കെ പറഞ്ഞപ്പോ നമുക്ക് ആദ്യം ടെൻഷനായി. എന്താണെങ്ങനെ പറഞ്ഞോളല്ലോ, പക്ഷെ ഒക്കെ പറഞ്ഞപ്പോ എനിക്ക് ഇഷ്ടമായി. സംസാരിക്കല്ല, സോറി. എന്നാലും എന്താണ് പറയാനുള്ളത്? ഒരുമിച്ച് കോറസ് ആയിട്ട് എന്താ പറയാനുള്ളത്? ദേവ് പറഞ്ഞ പോലെ തന്നെ ഇവിടെ കരഞ്ഞു എന്ന് പറഞ്ഞ്, അതുപോലെ തന്നെ ഇവിടെ വീട്ടിൽ പറഞ്ഞപ്പോ ഇത് ആരാണ് എന്താണെന്നൊന്നും അറിയില്ല. അമ്മ റൂമിൽ നിന്ന് ഒരു കാർഡും ഉണങ്ങിയ കുറച്ച് റോസാപ്പൂവാണ് കണ്ട്. ഉണങ്ങിയ കുറച്ച് റോസാപ്പൂ, കുറച്ച് പഴക്കമുണ്ടപ്പോ അതിന്. അത് കഴിഞ്ഞ് ഞാൻ വീട്ടിലാണ്. അപ്പൊ എന്നെ വിളിച്ചിട്ട്
വീഡിയോ കോൾ ചെയ്തിട്ട് എന്നോട് പറയാം അവൻ ആരും ഉണ്ട് എനിക്ക് പേടിയാവുന്നു. ആരാന്നറിയില്ല. അപ്പൊ എനിക്ക് ഓൾറെഡി അറിയായിരുന്നു. എന്ന് ഞാൻ ആണോ എനിക്കറിയില്ല. അവൻ പറഞ്ഞു എന്നോട് പറയരുതെന്ന് പറഞ്ഞു. ഞാനായിട്ട് തന്നെ പറഞ്ഞോളാം എന്ന് പറഞ്ഞിട്ടായിരുന്നു. പിന്നെ അത് പിന്നെ കുറച്ചൊരു ഡ്രാമ ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴേക്കും പിന്നെ ആളെ പരിചയപ്പെട്ടത് കഴിഞ്ഞപ്പോൾ പിന്നെ സെറ്റ്. ഇത്ര നാള് എന്റെ റൂം ദൈവമായിരുന്നു എടുത്തോണ്ടിരുന്നത്. നല്ല കാര്യം മാത്രം പറയാം. ഇവരുടെ കാര്യം വീട്ടിലറിഞ്ഞപ്പോൾ ദേവ് നാട്ടിലായിരുന്നു, ഞാനും അച്ഛനും അമ്മയും മാത്രം ദുബായിൽ. അപ്പം നാട്ടിൽ പോയപ്പോൾ മറ്റേ വലിയ കരിയർ ചേഞ്ച് വേണം, അത് വേണം, ഇത് വേണം എന്ന് പറഞ്ഞിട്ടാണ് പോയത്. ബട്ട് ദെൻ ലൈക്ക് അമ്മയും അച്ഛനും എൻ്റെ അടുത്ത് പറയുന്നുണ്ട് ലൈക്ക് അവളുടെ ഉദ്ദേശം എന്താ, അവൾക്ക് കുറെ എന്തൊക്കെയോ പറഞ്ഞു. ദെൻ ഫൈനലി ലൈക്ക് ഐ കോൾഡ് ഹർ ആൻഡ് ടോൾഡ് ലൈക്ക് കാര്യം വീട്ടിൽ പറഞ്ഞു, ഒന്ന് നോക്കട്ടെ. ഷീ ടോൾഡ് ഞാൻ അപ്പൊ നീയാണല്ലേ ഇതിന്റെ പിന്നില്? പറയാൻ പറഞ്ഞു. എനിക്ക് ഭയങ്കര പ്രഷറായിരുന്നു എന്നിട്ട് ഞാൻ മറ്റേ ഓഫീസിൽ പോയി വീട്ടിൽ വന്നപ്പം അമ്മ മറ്റേ ഡോർ തുറന്നൊരു നോട്ടം, നിനക്കറിയായിരുന്നു. ആൻഡ് യാ ഐ ആം ഹാപ്പി ഫോർ ദം. Wonderful. Come on. All of you give it up of this amazing happy family. Yeah, come on. Thank you so much all of you. പാട്ട് വെച്ച് തന്നാൽ ഞങ്ങൾക്കൊന്ന് എന്തെങ്കിലും ചെയ്യാമായിരുന്നു. വീട്ടിലെ തട്ടാലിട്ടു കൊടുത്തതാണോ, വീട്ടിലെ പെണ്ണിനെ തട്ടാലിട്ടു കൊടുത്തതാണോ, ദേശത്തെ കളിയായിട്ട് കൊടുത്തതാണോ. കുറച്ച് ഡാൻസ് കൂടി പഠിച്ചിരുന്നാൽ നല്ലത്. ചെറിയ 1-2 സ്റ്റെപ്പ് എവിടെയെങ്കിലും സൊസൈറ്റി പോകുമ്പോൾ ഡാൻസ് അറിയാമോ എന്ന് പറഞ്ഞാൽ ഉടനെ തന്നെ ഡാൻസ് ചെയ്യണം. അതായത് ഇപ്പോൾ പ്രവേശിച്ച് ചൊറി എന്നാൽ ചൊറിയുമല്ലോ, അത് മാതിരിയായിരിക്കും ഡാൻസ്. Come on, dance. Come on, come on. Grr. Dame un grr. Un qué? Un grr. Un qué? Dame un tu. Okay. Dame un grr.
She's the one I love. She sent to me from the heaven above. She's so cool, she's so fine. I don't take, I give her 9. देखा तुमको जब से बस देखा तुमको यारा तुमसे कोई अच्छा है ना तुमसे कोई प्यारा यूं नजर ना फेरो तुम मेरे हो मेरे तुम ये तुम ना you are my सोनिया hey ये तुम ना you are my सोनिया you are my सोनिया എങ്ങോട്ട് പോകുന്നു? എങ്ങോട്ടും പോയിട്ടില്ല, എങ്ങോട്ടും ഞാൻ വന്ന്. എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് എഴുന്നള്ളിയത്? അപ്പൊ എന്നെ കാണും. എന്തിനാ എന്നെ കാണുന്നത്? അതപ്പോഴും അറിയത്തില്ലേ? मस्ती में तू झूम जा मस्ती में तू झूम जा गारंट लगा रे मना तो सबको करंट लगा रे सबको करंट लगा रे I like your
സംഗീതത്തെ പറയാൻ സമ്മതിക്കില്ല. ഞാൻ പറയാൻ Oh, he's saying that somebody by the name Balu wanted to join. Very badly. I came to you, sir. You did not come. Yes. So, ഒരെണ്ണ സാറിന് ഇരിക്കട്ടെ. ഇവിടെ ഒരെണ്ണ എനിക്ക് ബാക്കിയുണ്ട്. So that makes it how many? 1, 2, 3, 4, 5, 6, 7. You didn't get one. 8, 9, 10, 11. Okay, fine. അപ്പോൾ DJ നല്ലൊരു മ്യൂസിക് വേണം, നല്ല മോട്ടിവേറ്റിംഗ് ആയിരിക്കണം. ഓക്കെ, നിങ്ങളിൽ ആരാണ് ഏറ്റവും കൂടുതൽ ലിപ്സ്റ്റിക് മാർക്സ് കൊണ്ടുവരുന്നത് അവരാണ് വിന്നർ ആവാൻ പോകുന്നത്. സോ യു ആർ ഓൾ ദ ലേഡീസ് സിറ്റിംഗ് ഹിയർ, ഗോ ആൻഡ് ബെഗ് ഫോർ ലിപ്സ്റ്റിക് മാർക്സ്. മൈൻഡ് യു, നോട്ട് ഫ്രം ദ ലിപ്സ്. ഓക്കെ, യു ഷുഡ് ആക്ച്വലി ആസ്ക് ദം, ദേ വിൽ ഗിവ് ഇറ്റ് ടു യു. പ്ലീസ്. ഈ ഇതിൽ ആരാണ് ടാലന്റ്? ആദ്യം ഏറ്റവും കൂടുതൽ ദാരിദ്ര്യം ആർക്കാന്ന് നോക്കാം. എന്റെ പൊന്നോ, ഇതെന്താണ്? അല്ല സാറേ, എന്താണ് ഇത്? പ്ലാൻ എന്തായിരുന്നു? ഇതാരുടെ കോൺട്രിബ്യൂഷൻ? My God, he has got so many. 29. Let me see. 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12 actually. Backside, I checked. ഇതെല്ലാം കൂടി ഒരിടത്ത് തന്നെ അവൈലാക്കിയിരിക്കുന്നു. Okay, that's 1, 2, 3, 4, 5, 6, 7, 8, 9. 12 and 9. Let's not consider this right now. Let's see. 1, 2, 3. He was in the perfection, okay? 1, 2, 3, 4, 5, 6, 7, 8, 9. ഇത് അതിന്റെ ബാക്കിൽ റിഫ്ലക്ഷൻ അല്ലേ? Okay, yes. 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15. ഇതിനെ വെല്ലാൻ ആരുണ്ട് ഇവിടെ? കമോൺ ബ്രോ, എന്താണ് ഉദ്ദേശം? ഇല്ല, ഒരു രക്ഷയില്ല. No, he just got one. The most ദാരിദ്ര്യം was out here. Give him a big round of applause. പാവത്തിന് ഒരെണ്ണേ ഉള്ളൂ കയ്യില്. Thank you. All the best. No, not even one. Don't tell me that. Okay. Oh, you have. Okay. To save this thing is like 1, 2, 3, 4, 5. Okay. Come on, a big round of applause for all the. And this person has got it really. Yeah. Wonderful. Thank you so much. Thank you everyone for your spirit. Thank you. Anjana
പുറകിലായിരിക്കണം നിൽക്കേണ്ടത്. അവരവരുടെ ഹസ്ബൻഡിന്റെ പുറകിലാണ് നിൽക്കേണ്ടത്. ഇത് നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലെ റീലല്ല, ഇവരാരും കളഞ്ഞു പോയിട്ടില്ല. ഓക്കെ ഓക്കെ, പ്ലീസ് ടേൺ ദാറ്റ് സൈഡ്, ടേൺ ദാറ്റ് സൈഡ്, ടേൺ ദാറ്റ് സൈഡ്, ടേൺ ദാറ്റ് സൈഡ്. ഇനി ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനായിട്ട് നിങ്ങൾ എല്ലാം റെഡി ആയിരുന്നു, നമുക്ക് എൻജോയ് ചെയ്യാം. സാറേ, എന്തെങ്കിലും അറിയോ ഇന്ന് പുള്ളിക്കാരി എന്താ ഇട്ടിരിക്കുന്നതെന്ന്? ഇവരുണ്ടല്ലോ, നമ്മൾ എന്തൊക്കെ ചെയ്താലും ശരി ഒരു മനുഷ്യനും ഒന്നും നോക്കൂല, ഭയങ്കര പാസീവ് ആയിരിക്കും. നമുക്ക് ഇവിടെ നിന്ന് അങ്ങോട്ട് തുടങ്ങാം. ഗോൾഡൻ സംതിങ് ഉള്ള ഒരു ക്രീം, ഗോൾഡൻ സംതിങ് ഉള്ള ക്രീം കളർ. പുള്ളിക്കാരൻ രക്ഷപ്പെട്ടൊരു കൈയുടെ അടിച്ചേ. അടുത്തത്, വാട്ട് ഈസ് ദ കളർ ഓഫ് അവർ സാരി? പിങ്ക്. ആൻഡ് വാട്ട് ഈസ് ദി കളർ ഓഫ് അവർ ബാംഗിൾസ്? വൈറ്റ്. Let me just check. തിരിഞ്ഞു നോക്കരുത്. Is she wearing തിരിഞ്ഞു നോക്കരുത്. Is she wearing a earring? What is the color? Wait. No. Man, give him a big round of applause, yaar. ഇത്രയും കാര്യങ്ങൾ പുള്ളിക്കാരൻ നോക്കിയിരിക്കുന്നു. Moving on to this person, ആദ്യം നമുക്ക് ഇങ്ങേർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. Let's pray for him first, chorus. And let me just go ahead and check. Where do I start? I'm sure you wouldn't have seen this. What is her slipper's color? Slipper-ന്റെ കളർ പറയൂ. It's white with some pearls in front and it's wet because of the rain. Oh my God, so detailing. നമുക്കൊന്ന് നോക്കാം. Is it so? Okay, wonderful. And then she is wearing a bangle. So can you tell which? Golden color bangles. Oh, kind. It's one with white kind of stuff in that, you know. What is that stuff? Let's say, and you guessed it wrong, dear. It is like, എന്നാലും ഒരിക്കൽ കൂടെ രക്ഷപ്പെടുത്താം നമുക്ക്. Let's give him one more chance. And well, she is wearing. Okay, is she wearing a necklace or something? Yes, she's wearing a necklace with it's a golden necklace with a pendant in front. Wonderful, a big round of applause. സത്യം പറയാം, ഇവര് മൂന്ന് പേരും രക്ഷപ്പെട്ട് നിൽക്കുകയാണ്. Let's move on to the next. എന്റെ പൊന്നെങ്കിൽ എന്ത് ചെയ്യും, തകർന്നു പോകും. ഇപ്പം അടുത്ത് ഞാൻ വരാം. നമുക്ക് എല്ലാവർക്കും വേണ്ടി നിന്നോണ്ട് പ്രാർത്ഥിക്കാം അങ്കിളിന് വേണ്ടി. ആൻറ്റി ഒന്നും ചെയ്യരുത്, പാവട്ടോ. ഒന്നും അറിയില്ല. ഇപ്പോഴും അറിയാം, ഒന്നും അറിയില്ലായിരിക്കും. അങ്കിളെ, ആൻറ്റി ഒരു ചപ്പൽ ഇട്ടിട്ടുണ്ടേ, അതേത് കളറാ? അത് സ്മാർട്ടായി പോയി. എന്തായിരുന്നു? അയ്യോ ദൈവമേ, ഞാൻ ആൻറ്റി ചപ്പൽ ഇട്ടിട്ടുണ്ട്, ഏത് കളറാ? ചപ്പൽ ഇട്ടിട്ടുണ്ട്, ഏത് കളർ? സാൻഡിൽ. രക്ഷപ്പെട്ടു. ആന്റി പ്രതീക്ഷിക്കാതെ കിട്ടിയില്ല ഒരെണ്ണം. ഓക്കെ, ആന്റി ഒരു മാല ഇട്ടിട്ടുണ്ട്, അത് ഏത് കളറാ? എന്തിന്റെ മാല? അല്ല അല്ലേ, പറ്റിപ്പോയി, നടന്നില്ല. ഒരു കാര്യം കൂടി, ഒരു ചാൻസ് കൂടി തരാം. കയ്യിൽ വള ഇട്ടിട്ടുണ്ടോ? ഏത് വളയാ? ഗോൾഡ്. അത് പിന്നെ ബൈ ഡിഫോൾട്ട് ആയതുകൊണ്ടായിരിക്കാം. നല്ലൊരു ഗൈഡ് എടുക്കാം. ഒരു ക്വസ്റ്റ്യൻ മാത്രമേ തെറ്റിയിട്ടുള്ളൂ. ഫൈനലി ലെറ്റ്സ് മൂവ് ഹിയർ. ഏത് ബാങ്കിളാ? അത് കുറച്ച് കളറ്. ഇല്ല, കളറൊന്നും ഇല്ല ബ്രോ. രണ്ട് കയ്യിലില്ല. അയ്യോ കഷ്ടം. ഒരു ഇച്ചിരി ഇന്ന് ചിന്തിച്ചെടുക്ക. ഏത് കളർ ഡ്രസ്സാ? അത് രക്ഷപ്പെട്ടു. ഓക്കെ, ആൻഡ് വേറെന്താ? സാൻഡൽസിന്റെ കളർ പറ.
അത് രക്ഷപ്പെട്ട് ഇവിടെ കൈയ്യോടെ കൊടുക്കാം. എന്നാലും ഒന്ന് ശ്രമിച്ചു. ആദ്യത്തെ പോയി തെറ്റായിരുന്നു. നോക്കി വല്ല ഐഡിയ ഉണ്ടോ? എന്തൊക്കെ ജ്വല്ലറി ഇട്ടേക്കുന്നത്? വാച്ച് ഉണ്ട്, ഇയറിങ്, അവർ ചെയിനോ നോക്കട്ടെ. ചെയിൻ ഇല്ല ബ്രോ, ചെയിൻ ഇല്ല. കാര്യം തീരുമാനമായി. നല്ലൊരു കൈയടി. പക്ഷെ ഞാൻ ഇതുവരെ ചെയ്തതിൽ സത്യം പറയാം, പിന്നെയും കോർഡിനേറ്റഡ് ആയിട്ടുള്ള കപ്പിൾസ് ആണ് ഇവിടെ നിൽക്കുന്നത്. തീരുമാനം ആക്കണോ? അടുത്ത ആഴ്ച കല്യാണമാണ്. വേണ്ടല്ലേ, വിട്ടേക്കാം. താങ്ക് യു സോ മച്ച് ഓൾ ഓഫ് യു. താങ്ക് യു. വണ്ടർഫുൾ. താങ്ക് യു. കാണാതെ ചുണ്ടത്തെ ചെമ്പകമൊട്ടിന്മേൽ ചുംബനം കുങ്കുമം തൊട്ടു ഞാൻ, ചുംബനം കുങ്കുമം തൊട്ടു ഞാൻ. മിഴികളിൽ ഇതളിട്ടു നാണം നീ, മഴയുടെ ശ്രുതിയിട്ടു മൗനം. അകലേ മുകിലായി നീയും ഞാനും പറന്നുയർന്നു, ഓ പറന്നുയർന്നു. ആരും കാണാതെ ചുണ്ടത്തെ ചെമ്പകമൊട്ടിന്മേൽ ചുംബനം കുങ്കുമം തൊട്ടു ഞാൻ, ചുംബനം കുങ്കുമം തൊട്ടു ഞാൻ. നറുമണി പൊൻവിരിൽ നാൻ മുഴം നേരിടാൻ അഴകേ നീ താരുണ്യം ഓടവേ. അലയിലുലാവും നീ അമ്പിളി തോണിയിൽ, കുഴയാതെ നാം ഇന്നു നീന്തവേ. നിറമുള്ള രാത്രിതൻ മിഴിവുള്ള തൂവലിൽ തഴുവണി പൊൻവിരൽ തഴുകുന്ന മാത്രയിൽ കാണാ കാറ്റിൻ കണ്ണിൽ നിന്നെ പൊന്നിൻ നക്ഷത്രം, ഓ പൊന്നിൻ നക്ഷത്രം. ആരും കാണാതെ ചുണ്ടത്തെ ചെമ്പകമൊട്ടിന്മേൽ ചുംബനം കുങ്കുമം തൊട്ടു ഞാൻ, ചുംബനം കുങ്കുമം തൊട്ടു ഞാൻ. ചെറുനിരനാഴിയിൽ പൂക്കുല പോലെ ഇടനെഞ്ചിൽ മോഹങ്ങൾ വിരിയവേ. കളഭസുഗന്ധമായി പിന്നെയും എന്നെ നിൻ തുടർവണ്ണ കുറിയായി ചാത്തവേ. മുടിയിലെ മുല്ലയായി മനസ്സിലെ മന്ത്രമായി കതിരിടുമോർമ്മയിൽ കണിമണി കൊന്നയാൽ ഉള്ളിനുള്ളിൽ താനേ പുത്തു പൊന്നിൻ നക്ഷത്രം, ഓ പൊന്നിൻ നക്ഷത്രം.
എന്റെ അമ്മയുടെ ചിരിക്കുന്നു എന്റെ അപ്പൻ കട്ടോണ്ട് പോയേ എന്റെ അപ്പന്റെ എന്റെ അമ്മ കുടിച്ചു എന്റെ അമ്മ ചിരിക്കുന്നു എന്റെ അപ്പൻ കട്ടോണ്ട് പോയേ എന്റെ അപ്പൻ എന്റെ അമ്മ കുടിച്ചു ഇവിടൊരു വന്നപ്പോൾ ചിലരുടെ പോയ കാര്യം ഓർത്തുപോകവേ അലകള കാത്തിരി സേനാപതി വീരം नाम क्या है बेटा? लैला। സമയത്തില്ല അങ്ങനെ പേടിക്കണ്ട. എവിടെ കൊച്ചിലെ എൻ്റെ അടുത്ത് വരില്ലായിരുന്നു. വിളിച്ചു കഴിഞ്ഞാൽ അപ്പോഴേ കരച്ചിലും ബഹളവുമാണ്. അവസാനം ഞാൻ എവിടെ ചുന്ദരിന്ന് വിളിച്ചാൽ ഓടി വരും. അതായിരുന്നു അന്നത്തെ ഒരു ശീലം. അതിനുശേഷമുള്ള ഞാൻ എവിടെ സുന്ദരി സുന്ദരി എന്ന് ഇടയ്ക്ക് വിളിച്ചാൽ പിന്നൊരു കുഴപ്പമില്ല, അവള് എന്നെ കണ്ടാലേ ഓടി വരും. കൊച്ചിലെ അങ്ങനെ വന്നതാണ്. എന്താണ് അശ്വിന് വൈകുന്നേരം? അതെ അതെ അതെ. ഓക്കെ, എല്ലാവിധ ആശംസകളും. ഒരു പ്രധാന ആശംസ ഉള്ളത് ഞങ്ങളുടെ കുടുംബത്തിലേക്ക് ഒരു 10 കൊച്ചുമക്കളെയും കൂടെ കൊണ്ടു തരണമെന്ന് മാത്രമേ. കുറച്ചൊന്ന് നെഗോഷിയേറ്റ് ചെയ്തൂടെ ആ നമ്പറില്? അതവരുടെ ഇഷ്ടം. ഓക്കെ, വണ്ടർഫുൾ. അവരവരുടെ ബലൂണ് രക്ഷപ്പെടുത്തുക, മറ്റുള്ളവരുടെ ബലൂൺ നിങ്ങൾക്ക് എന്ത് ചെയ്ത് പൊട്ടിക്കാം. അവരുടെ ബലൂൺ രക്ഷപ്പെടുത്തുക, ബാക്കിയുള്ളവരുടെ ബലൂൺ പൊട്ടിക്കുക. പെണ്ണുങ്ങൾ എവിടെ പോയാലും പെണ്ണുങ്ങളായിരിക്കും.
അതെ, പുള്ളിക്കാരി പിങ്ക് സാരി എന്ത് പാവം പോലെയല്ല ഇരുന്നത്. തനി സ്വഭാവം എല്ലാവരും മനസ്സിലായില്ലേ? നല്ലൊരു കൈഡി എല്ലാവർക്കും വേണ്ടി. കണ്ണാടി ചില്ലിന്റെ കണ്ണി പൊറിയോ കണ്ണാടി ചില്ലിന്റെ കണ്ണി പൊറിയോ പടക്കോ തല പൊറിയോ അശ്വനും അനഘയും ആദ്യമായിട്ട് ഞങ്ങൾ ദുബായിൽ വെച്ചിട്ട് എക്സ്പോ 2020 വെച്ചിട്ടാണ് കാണുന്നത്. സോ ഞങ്ങൾ ഒട്ടും പ്രതീക്ഷിച്ചില്ല. എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞു ഇങ്ങനെ അശ്വൻ എന്ന് പറഞ്ഞ ചെറുക്കനും വരുന്നുണ്ട്. സോ വി വർ ലൈക്ക് ഓക്കെ വൈ നോട്ട്, നമുക്ക് നോക്കാം. എന്നിട്ട് വന്നപ്പോൾ ഭയങ്കര ജാട. പുതിയതായിട്ട് ദുബായ് വന്നൊരു ജാടയില്ലേ, ബാഗൊക്കെ പിടിച്ച് കണ്ണാടിയൊക്കെ വെച്ച് ബാഗൊക്കെ ന്യൂ ഡ്രസ്സൊക്കെ ഇട്ട് ആ ഒരു ജാട. ഇപ്പൊ ഈ കാണുന്ന സാധനം വെറും പട്ടിഷോ. അനഘയ്ക്ക് എന്തെങ്കിലും പറയാം? ഇല്ല, അന്നൊന്നും എനിക്ക് പറയാനില്ലല്ലോ. നമ്മളെന്തോ പറഞ്ഞു. ഇല്ല, നമ്മളൊന്നും പറഞ്ഞിട്ടില്ല. ഉറപ്പാണോ? ഇവളാണ് എന്നെ ട്രൈ ചെയ്തത്. വരാനുള്ള ടെൻഷനൊക്കെ വന്നിട്ടുണ്ടോ ഓൾറെഡി? ഇല്ല, പറ്റില്ല. ഇത് മാത്രമേ ഉള്ളൂ. That's it? Okay, so we couldn't get more. ബാക്കി ഞങ്ങള് നിങ്ങൾക്ക് വേണ്ടി കാണിക്കുന്നില്ല. ബാക്കി ഞങ്ങൾ സെൻസർ ചെയ്യുന്നു. നിങ്ങൾ ആലോചിക്കണം, ഈ ദിവസം കഴിഞ്ഞിട്ട് ഒരു 2 മാസം കഴിഞ്ഞിട്ടാണ് അത് ഞങ്ങളോട് വന്ന് പറയുന്നത്. അതെ, പക്ഷെ ഞങ്ങൾക്ക് അവിടെ അശ്വിന്റെ ഫാമിലിക്ക് എന്താ പറയാനുണ്ടെന്ന് തോന്നുന്നു. അശ്വിന്റെ ഫാമിലിന്റെ സൈഡിൽ നിന്ന് എന്താ പറയാനുള്ളത്? കമോൺ കമോൺ. ഞങ്ങളൊക്കെ നാട്ടിൽ ഇങ്ങനെ നിൽക്കുന്ന സമയം അവൻ ഭയങ്കര മൂഡ്, ജേക്കബിന്റെ സ്വർഗരാജ്യമൊക്കെ കണ്ടിട്ട് ഒരു ദിവസം എൻ്റെ അടുത്തൊന്ന് പറയണേ, ഞാൻ ദുബായി പോണേ. ദുബായിക്കാ? ഞാൻ പോണേ. പൊക്കോ, കുഴപ്പമില്ല. അപ്പം ഞങ്ങളൊരു ദിവസം അശ്വിൻ്റെ വീട്ടിൽ പോയി. വീട്ടിൽ പോയപ്പോൾ അശ്വിൻ്റെ ഫാദർ പറയണേ,
അവൻ ദുബായിക്ക് പോണെന്ന് പറയണോ, അവനെപ്പോഴും എന്താണ് അങ്ങനെ പോയിട്ട് വരട്ടെ. അങ്ങനെ അശ്വിൻ പോയി ഒരു 3 മാസം 4 മാസം പോയിട്ട് തിരിച്ചു വന്നപ്പോ ഇതുപോലെ തന്നെ ഞാനും നോയിലോടെ എത്തിയിട്ടില്ല. ഞാനും നോയിലും ഇതുപോലെ തന്നെ അശ്വിന്റെ വീട്ടിൽ പോയപ്പോ അങ്കിള് ഭയങ്കര സീരിയസ് ആയിട്ട് ദുബായിലൊക്കെ പോയിട്ട് തിരിച്ചു വന്നേക്കണേ. ദുബായിലേക്ക് പോയി കുറെ പഠിച്ചില്ലേ, അവൻ പോയിട്ടൊരു പെണ്ണിനെ കൊണ്ടുവന്നല്ലാണ്ട് ഒരു ഗുണമില്ല. ഇതെല്ലാം എന്റെ പ്ലാൻ ആയിരുന്നു. All right. Anything that you want to say other than this any special moment share ചെയ്യണം. അതാ മരുമോനെ, നീ കുറച്ചു നാളായല്ലേ ഉള്ള പുറകെ നടക്കാൻ തുടങ്ങിയിട്ട്. ഞാൻ ഇങ്ങോട്ടാ ചോദിച്ചത്. ഒരു മയം വേണ്ടാണ് നീ അതിന് വേണ്ടി ദുബായ് വരെ പോണത്. എന്തിനാ പോയത്? കൊച്ചിയിൽ വരണം. അതെ ദേവുന് കൊച്ചിയിൽ വരണം. യെസ്, ദേവു എൻ്റെ അടുത്ത് പറഞ്ഞു കരിയർ ചേഞ്ച് വേണം. കരിയർ ചേഞ്ച് അതിന് എക്സ്പീരിയൻസ് വേണം. അത് കൊച്ചിയിൽ വന്നേ പറ്റൂ. കൊച്ചിയിലേ പറ്റുള്ളൂ, ദുബായിൽ പറ്റില്ല. There's no opportunity there. Nothing. എപ്പോഴും ഒരു രാത്രി ഞങ്ങള് അബ്രോഡാണ്, അപ്പോൾ ഞങ്ങൾക്ക് ടൈം ഡിഫറൻസ് ഒരു 5.5 hours ഉണ്ട്. ഇവിടുത്തെ പാതിരാത്രി ആകുമ്പോഴത്തേക്കും ഞങ്ങൾക്കൊരു കോള് വരും, എടി പണി പാളി, അങ്ങനെ സംഭവിച്ചോ ഇങ്ങനെ സംഭവിച്ചു എന്നൊക്കെ. പക്ഷെ ഒരു പോയിന്റ് എത്തിയപ്പോഴത്തേക്ക് ഞങ്ങൾക്ക് മനസ്സിലായി. അപ്പോൾ there was one night when he called very emotional and he was like he was very emotional. Ashwin, very emotional kind of a guy. So Ashwin, come this side, this side. Yes. He was like, I don't know if അവൾക്ക് എന്നെ മതിയോ ഇല്ലയോ, പക്ഷെ എനിക്ക് അവളെ മതി. And I knew that day that ഇവൻ ഇവളെ കെട്ടത്തുള്ളൂ എന്ന് അന്ന് എനിക്ക് മനസ്സിലായി. പക്ഷെ ആ ഡയലോഗ് വാസ് ദ ഡേ I knew it. അതിനുശേഷമാണ് പിന്നെ എപ്പോഴും ഓരോ ദിവസവും ഞങ്ങൾക്ക് ഗ്രൂപ്പ് കോൾ വരും, കവിത വരുമ്പോ പൊക്കി ഹാപ്പി അല്ലേ. തെണ്ടികളൊക്കെ ആരാണ് ഇങ്ങോട്ട് ക്ഷണിച്ചത്? ഞങ്ങളിവിടെ വലിഞ്ഞൊരു വന്നോളൂ പറയാൻ താനാരാ? ഇവരൊക്കെ എന്റെ ആൾക്കാർ. നീ ഏതാടോ നായ? എന്നെ കണ്ടിട്ട് മനസ്സിലായത് ജാടത്തെണ്ടി.
പടകമടിച്ച് പാണ്ടിയ പടകേറി വാ അണ്ണമീശ കൗണ്ടറേ മുരച്ച് മുട്ടി പാടടേ തായ്മൊഴിയിൽ താളമേളമംഗളം അണ്ണമീശ കൗണ്ടറേ മുരച്ച് മുട്ടി പാടടേ തായ്മൊഴിയിൽ താളമേളമംഗളം തങ്കമാന സംഘകാല തമിഴ് പാടി പേരിടേറി താളത്തൊഴാം അടിയമ്മാടിയേ അടിയ ഭൂമി सारे जग नू छोड़ के आवा मैं दिल से माया तेरा साथ निभावा मैं सारे जग नू छोड़ के आवा मैं दिल से माही तेरा साथ निभावा मैं तेरी मेरी कहानी लगदी है आसमानी वे तू पलवी ना अब मेरा हाथ छाड़िए जीना तेरे नाल सिख जावा तेरी गलियों में मुड़ जावा लेके मैं तेनू उड़ जावा कहीं दूर चलिए जीना तेरे नाल सिख जावा तेरी गलियों में मुड़ जावा लेके मैं तेनू उड़ जावा कहीं दूर चलिए
Mamacita, make me feel like I'm in Ibiza. When we kiss, it tastes like tequila. She made my